ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവം തന്ന നല്ല വചനത്തിനായും തന്ന അവസരത്തിനായും കർത്താവിന് നന്ദി പറയുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ 7, 8, 9 വാക്യങ്ങൾ. അതിൻ്റെ 8-ാമത്തേതും 9-ാമത്തെയും വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നു, ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നു, നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നു, ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നു, നശിച്ചു പോകുന്നില്ല. ഇതെഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള വിശ്വാസികൾക്ക്, ലോകത്തിലുള്ള സകല വിശുദ്ധന്മാർക്കും വേണ്ടി എഴുതിയിരിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നു. ദൈവവചനത്തിൽ ഇങ്ങനെ കാണുന്നു: നിരവധിയായ കഷ്ടങ്ങൾ തനിക്കുണ്ടായിരുന്നിട്ടും തൻ്റെ കഷ്ടങ്ങളെ ഒന്നും ഉയർത്തി കാണിക്കാനല്ല താൻ ആഗ്രഹിച്ചത് തൻ്റെ ലേഖനങ്ങളിലൂടെ, മറിച്ച് തൻ്റെ കഷ്ടങ്ങളിൽ തന്നെ നിലനിർത്തിയ കർത്താവിനെ ഉയർത്തി കാണിക്കാൻ, പരിശുദ്ധാത്മാവിനെ ഉയർത്തി കാണിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ പറയുന്നു അനവധി കഷ്ടങ്ങൾ സകല വിധത്തിലും താൻ അനുഭവിച്ചത്. ആസ്യയിൽ തനിക്കുണ്ടായ കഷ്ടത വിവരിക്കാനേ ആഗ്രഹിച്ചിട്ടില്ല. അവിടെ പറയുന്നു ഇത്ര വലിയ മരണത്തിൽ നിന്ന് മരിച്ചു പോയെന്ന് വിചാരിക്കുന്നത് പോലെ അനുഭവം ഉണ്ടായി. അപ്പോസ്തല പ്രവൃത്തിയിൽ ഇങ്ങനെ കാണുന്നു: വലിച്ചിഴച്ചു കൊണ്ടുപോയി മരിച്ചു പോയെന്ന് വിചാരിച്ച അനുഭവം. നിരവധിയായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. കൊരിന്ത്യർക്ക് 2-ാം ലേഖനത്തിൽ തന്നെ 11-ാം അധ്യായത്തിൽ നിരവധി കാര്യങ്ങൾ കാണുന്നു. അനവധി പ്രാവശ്യം അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു, പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത, അങ്ങനെ അങ്ങനെ നിരവധി. പക്ഷേ അപ്പോസ്തലൻ പറയുകയാണ്, ഈ കഷ്ടത്തിൽ ഞാൻ ഇടുങ്ങിയിരുന്നില്ല. ഇവിടെ ശുശ്രൂഷയ്ക്ക് അവസാനിപ്പിച്ചിട്ട് ഇത് മതിയെന്ന് ചിന്തിക്കുകയല്ല, മുൻപോട്ട് യാത്ര ചെയ്യുകയാണ് ചെയ്തത്. ബുദ്ധിമുട്ട് അനുഭവിച്ചു, നിരാശയിലേക്ക് പോയില്ല. വളരെ ഉപദ്രവം ജീവിതത്തിൽ അനുഭവിച്ചു. ഉപേക്ഷിക്കപ്പെട്ടെന്നൊരു ചിന്ത പോലും തന്നെ ബാധിച്ചില്ല. വീണ് കിടന്നു, നശിച്ചു പോയില്ല. 7-ാം വാക്യത്തിൽ എന്താണ് കാണുന്നത്? എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമായി കൃപ തോന്നി എന്നിൽ നിക്ഷേപിച്ചു ഈ മൺപാത്രത്തിൽ. അതുകൊണ്ട് വീണുപോയില്ല, അതുകൊണ്ട് നിരാശപ്പെട്ടു പോയില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ, ഈ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ട് കഷ്ടതയുടെ അനുഭവങ്ങൾ മാറിയില്ലല്ലോ, ഇന്നും ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്, ഉപദ്രവങ്ങൾ അധികമായുണ്ടല്ലേ, വീണ് കിടക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് തോന്നും. എന്താ ഇതൊക്കെ മാറാത്തേന്ന് ചോദിക്കുമ്പോൾ നമുക്കൊന്ന് പറയാനുണ്ട് കേട്ടോ, ധൈര്യമായി. ഇതേ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ അനേകർ വീണുപോയി, അനേകർ നിരാശയുടെ അടിത്തട്ടിലേക്ക് പോയി, അനേകരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി, അനേകർ ആത്മീക ജീവിതത്തിന്റെ ഇടുക്കം സംഭവിച്ച് ശുശ്രൂഷ അവസാനിപ്പിച്ചു, അനേകർ നശിച്ചു പോയി. നിന്നതല്ല, പക്ഷെ എന്നിലും നിങ്ങളിലും പകർന്നിരിക്കുന്ന ഈ അത്യന്ത ശക്തി, ആ നിക്ഷേപം എന്നിലുണ്ടായിരുന്നത് കൊണ്ട് ധൈര്യത്തോടെ ഇന്നും ദൈവം നിലനിർത്തിയിരിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഇതേ ഈ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നാം വായിച്ച അതേ അധ്യായത്തിൽ തന്നെ അതിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാതെ, ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ ഈ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാകുന്നു. ദൈവത്തിന്റെ പൈതലെ,
ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിൽ ദൈവം പകർന്നു തന്നത് വീണു പോകാൻ അനുവദിക്കത്തില്ല കേട്ടോ. നിലംപരിചയായി പോകാൻ അനുവദിക്കയില്ല, തകർന്നു പോകാൻ അനുവദിക്കത്തില്ല. അത്യന്തം വലിയ ധൈര്യത്തിന്റെ ആത്മാവിനെ കർത്താവ് നിങ്ങളുടെ മേൽ പകർന്നു തരും, നിങ്ങളെ ശക്തീകരിക്കും, നിങ്ങളെ ബലപ്പെടുത്തും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.